ജെറമിയ 29 അധ്യായം. പ്രവാസികൾക്കുള്ള കത്ത്. നബൂഖദ്നേസർ ജെറൂസലേമിൽ നിന്ന് ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുപോയ ശ്രേഷ്ഠന്മാർക്കും പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും ജനത്തിനും ജെറമിയ പ്രവാചകൻ ജെറൂസലേമിൽ നിന്ന് അയച്ച കത്തിന്റെ പകർപ്പ്. യെക്കോനിയ രാജാവും രാജമാതാവും ഷണ്ഡന്മാരും യൂദായിലെയും ജെറൂസലേമിലെയും പ്രഭുക്കന്മാരും ശില്പികളും ലോഹപ്പണിക്കാരും ജെറൂസലേം വിട്ടുപോയതിനു ശേഷമാണ് ഈ കത്തയച്ചത്. ബാബിലോൺ രാജാവായ നബൂഖദ്നേസറിന്റെ അടുത്തേക്ക് യൂദാ രാജാവായ സെദക്കിയ അയച്ചവനും ഹിൽക്കിയായുടെ പുത്രനുമായ ഗമറിയായും ഷാഫാന്റെ പുത്രൻ എലാസായും വഴിയാണ് ഈ കത്ത് ബാബിലോണിലേക്ക് അയച്ചത്. കത്തിലെ സന്ദേശം ഇതാണ്: ജെറൂസലേമിൽ നിന്നും ബാബിലോണിലേക്ക് അടിമകളായി ഞാൻ അയച്ച സകലരോടും ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു: വീട് പണിത് അതിൽ വസിക്കുവിൻ, തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ച് ഫലങ്ങൾ അനുഭവിക്കുവിൻ, വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ, നിങ്ങളുടെ പുത്രീപുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവിൻ, അവർക്കും മക്കളുണ്ടാകട്ടെ. നിങ്ങൾ പെരുകണം, നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. ഞാൻ നിങ്ങളെ അടിമകളായി അയച്ചിരിക്കുന്നു. നഗരങ്ങളുടെ സമാധാനത്തിനായി യത്നിക്കുവിൻ, അവയ്ക്കു വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുവിൻ. നിങ്ങളുടെ ക്ഷേമം അവയുടെ ക്ഷേമത്തെ ആശ്രയിച്ചാണിരിക്കുന്നത്. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു: നിങ്ങളുടെ ഇടയിലുള്ള പ്രവാചകന്മാരും പ്രശ്നക്കാരും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അവരുടെ സ്വപ്നങ്ങളെ വിശ്വസിക്കരുത്. അവർ എൻ്റെ നാമത്തിൽ നിങ്ങളോട് പ്രവചിക്കുന്നത് വ്യാജമാണ്. ഞാൻ അവരെ അയച്ചിട്ടില്ല. കർത്താവ് അരുളി ചെയ്യുന്നു: ബാബിലോണിൽ 70 വർഷം പൂർത്തിയാകുമ്പോൾ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് നിങ്ങളെ ഈ സ്ഥലത്തേക്ക് തിരികെ കൊണ്ടുവരുമെന്നുള്ള എൻ്റെ വാഗ്ദാനം നിറവേറ്റും. കർത്താവ് അരുളി ചെയ്യുന്നു: നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. നിങ്ങളെ ചിതറിച്ചിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ദേശങ്ങളിലും നിന്ന് ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. എവിടെ നിന്ന് ഞാൻ നിങ്ങളെ അടിമത്തത്തിലേക്ക് അയച്ചോ ആ സ്ഥലത്തേക്ക് തന്നെ നിങ്ങളെ കൊണ്ടുവരും. കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവ് നമുക്ക് ബാബിലോണിൽ പ്രവാചകന്മാരെ തന്നിരിക്കുന്നു പറയുന്നുവല്ലോ. ദാവീദിന്റെ സിംഹാസനത്തിലിരിക്കുന്ന രാജാവിനെയും ഈ നഗരത്തിൽ വസിക്കുന്ന ജനത്തെയും നിങ്ങളോടുകൂടെ പ്രവാസത്തിലേക്ക് പോകാത്ത നിങ്ങളുടെ സഹോദരന്മാരെയും കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു: ഞാൻ അവരുടെ മേൽ യുദ്ധവും ക്ഷാമവും പകർച്ചവ്യാധിയും അയക്കും. അവരെ ഞാൻ തിന്നാൻ കൊള്ളാത്ത വിധം ചീത്തയായ അത്തിപ്പഴത്തിന് തുല്യമാക്കും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു: വാളും ക്ഷാമവും പകർച്ചവ്യാധിയും കൊണ്ട് ഞാൻ അവരെ വേട്ടയാടും. ഭൂമിയിലുള്ള സകല ജനതകൾക്കും അവർ ബീഭത്സവസ്തുവും ശാപവും ആയിരിക്കും. ഞാൻ അവരെ ചിതറിച്ച രാജ്യങ്ങളിലെല്ലാം അവർ സംഭ്രമവും പരിഹാസവും അവജ്ഞയും ജനിപ്പിക്കും. ഇത് എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർ വഴി ഞാൻ പറഞ്ഞ വാക്കുകളെ അവർ ശ്രവിക്കാതിരിക്കുന്നതുകൊണ്ടാണ്. കർത്താവ് അരുളി ചെയ്യുന്നു: ഞാൻ ഇടപെടാതെ അവരെ അയച്ചിട്ടും നിങ്ങൾ അവരുടെ വാക്ക് കേട്ടില്ല. അതിനാൽ ജെറൂസലേമിൽ നിന്ന് ബാബിലോണിലേക്ക് പ്രവാസികളായി ഞാൻ അയച്ചിരിക്കുന്ന നിങ്ങൾ എല്ലാവരും കർത്താവിന്റെ വചനം കേൾക്കുവിൻ. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു: കോലായായുടെ പുത്രൻ ആഹാബും മാസയായുടെ പുത്രൻ സെദക്കിയായും എൻ്റെ നാമത്തിൽ വ്യാജം പ്രവചിക്കുന്നു. ഇതാ, അവരെ ഞാൻ ബാബിലോൺ രാജാവായ നബൂഖദ്നേസറിന്റെ കയ്യിൽ ഏൽപ്പിക്കും. നിങ്ങളുടെ കൺമുൻപിൽ വെച്ച്
അവൻ അവരെ വധിക്കും. അവരുടെ അന്ത്യത്തെ ആസ്പദമാക്കി ബാബിലോണിലുള്ള യൂദാ പ്രവാസികൾ ഈ ശാപവാക്യം ഉപയോഗിക്കും: സദക്കിയായെയും ആഹാബിനെയും ബാബിലോൺ രാജാവ് തീയിൽ ചുട്ടതുപോലെ കർത്താവ് നിന്നോട് ചെയ്യട്ടെ. അവർ അയൽക്കാരുടെ ഭാര്യമാരുമായി വ്യഭിചാരത്തിലേർപ്പെടുകയും ഞാൻ കൽപ്പിക്കാതെ എൻ്റെ നാമത്തിൽ വ്യാജം പ്രവചിക്കുകയും ചെയ്തത് ഇസ്രായേലിൽ തിന്മ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഇത്. ഞാൻ അതറിയുന്നു. ഞാൻ തന്നെ അതിന് സാക്ഷിയാണ്. കർത്താവ് അരുളി ചെയ്യുന്നു. ഷമായായുടെ പ്രതികരണം. നെഹലാമ്യനായ ഷമായായോട് നീ പറയണം: ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നീ ജെറുസലേമിലുള്ള ജനത്തിനും പുരോഹിതനായ മാസേയായുടെ പുത്രൻ സഫാനിയായ്ക്കും എല്ലാ പുരോഹിതന്മാർക്കും നിന്റെ നാമത്തിൽ കത്തുകൾ അയച്ചു. കർത്താവ് യഹോയാദായ്ക്ക് പകരം നിന്നെ പുരോഹിതനാക്കിയത് നീ ദേവാലയത്തിൽ അധികാരി ആയിരിക്കുന്നതിനും പ്രവാചക വേഷം കെട്ടുന്ന ഭ്രാന്തന്മാരെ വിലങ്ങുവെച്ച് തടവിലാക്കുന്നതിനും വേണ്ടിയാണ്. എന്നിട്ടും നിങ്ങളുടെ മുൻപിൽ പ്രവാചകനെന്ന് നടിക്കുന്ന അനാത്തോത്തുകാരനായ ജെറമിയായെ ശാസിക്കാത്തതെന്തും? അതുകൊണ്ടല്ലേ അവൻ ബാബിലോണിലേക്ക് ആളയച്ച് ഈ പ്രവാസം ദീർഘിക്കും, വീട് പണി, തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ച് ഫലമനുഭവിക്കുവിൻ എന്ന് പറഞ്ഞതും. പുരോഹിതനായ സഫാനിയ ജെറമിയ പ്രവാചകൻ കേൾക്കെ ഈ കത്ത് വായിച്ചു. അപ്പോൾ ജെറമിയായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി: നീ ആളയച്ച് എല്ലാ പ്രവാസികളോടും പറയുക, നെഹലാമ്യനായ ഷമായയെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അയക്കാഞ്ഞിട്ടും അവൻ നിങ്ങളോട് പ്രവചിക്കുകയും നിങ്ങൾ ആ നുണയിൽ വിശ്വസിക്കാൻ ഇടയാക്കുകയും ചെയ്തു. അതുകൊണ്ട് കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നെഹലാമ്യനായ ഷമായയെയും അവൻ്റെ സന്തതികളെയും ശിക്ഷിക്കും. എൻ്റെ ജനത്തിന് ഞാൻ നൽകുന്ന നന്മ കാണാൻ അവരിൽ ആരും അവശേഷിക്കുകയില്ല.